എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചോക്ലേറ്റ് പൗഡറോ ചോക്ലേറ്റോ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഞാനിവിടെ ഡയറി മിൽക്കിൻ്റെ ഒരു ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ഇതിന് പകരമായിട്ട് ചോക്ലേറ്റ് ബാറോ കൊക്കോ പൗഡറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഈ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് ഡയറി മിൽക്ക് കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഡയറി മിൽക്ക് എടുക്കുന്നത്. മുറിച്ചെടുത്ത ചോക്ലേറ്റ് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിനെയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ബൗൾ വെച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡിന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ചോക്ലേറ്റൊക്കെ നല്ലവണ്ണം മെൽറ്റായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് മെൽറ്റായി കിട്ടും. നന്നായിട്ട് അലിഞ്ഞു വന്ന ചോക്ലേറ്റ് ഇവിടെ ഒരു സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത് കുറച്ച് വിപ്പിംഗ് ക്രീമാണ്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന ക്രീമും ഉപയോഗിക്കാം. നന്നായി ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡറിന് പകരം ഡ്രിങ്കിങ് ചോക്ലേറ്റ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. കുട്ടികൾക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അടുത്തതായി വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വിസ്കാണ് ഉപയോഗിക്കുന്നത്. സ്പൂണ് കൊണ്ട് ഇളക്കി മിക്സ് ചെയ്താലും മതി. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ വനില എസൻസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഐസ്ക്രീമിൻ്റെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിയൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. സാധാരണ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു ദിവസമെങ്കിലും വേണം. ഇതുപോലെയുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ മാക്സിമം 2 മണിക്കൂർ മതി. 2 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള എളുപ്പവഴി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.